എടേ അഫ്സ. ഓ അല്ലടി അന്നോട് ഞാൻ ചായയുടെ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞല്ലേ? ഇപ്പൊ കൊണ്ടുവരാമോ? ഇപ്പൊ കൊണ്ടുവരാന്നാ പറഞ്ഞിട്ട് അരമണിക്കൂറായില്ലേ? അത് അയക്കും. ഇപ്പൊ കൊണ്ടുവരാം. എന്നയക്കണേ? ഒരു ചായയുടെ വെള്ളം ഓളോട് ചോദിച്ചാ ഓൾക്ക് തരാൻ വയ്യ, ഒരു ചോറ് വിളമ്പി തരാൻ പറഞ്ഞാ ഓൾക്ക് വയ്യ. ചീ എന്താ ഈ കാണിക്കണത്? എന്തി കാണിക്കണത്? അനക്കിതിനുള്ള എന്താ പണി? എന്റെ മകനും കെട്ടിക്കൊണ്ടുവന്നിട്ട് ഇതിനുള്ളിൽ ഇങ്ങനെ രാജാവായിട്ട് വിലസ ഓള്. എന്തെങ്കിലും പറഞ്ഞ ഓളിങ്ങനെ മൂണ്ടാതെ നിൽക്കും മൂങ്ങനെ പോലെ. ഇപ്പൊ കൊണ്ടുവരാം. ഇങ്ങനെ ഒരു നാശം പിടിച്ചോള് ഉണക്ക ചുള്ളി. മനുഷ്യ എന്താണ് മനുഷ്യനെ പേടിപ്പിക്കോ? പേടിപ്പിക്കും. നിങ്ങളെ പേടിപ്പിക്കും, തള്ള ഞാൻ പേടിപ്പിക്കും. ഒരു സ്വയം വേണ്ട ഇവിടെ. ഏത് നേരം പിന്നെ ചായ ആയില്ലേ ചോറായില്ലേ? എന്നിട്ട് ചായ ആയിക്കഴിഞ്ഞ പറയും ചോറായില്ലേ, ചോറായി കഴിഞ്ഞാൽ ചായ ആയില്ലേ? ഇവർക്ക് ഇതെന്നെ അറിയാറുള്ളൂ, വേറെ അറിയണ്ടേ? സമാധാനം എന്ന് പറഞ്ഞ സാധനല്ലേ വീട്ടില്? നിങ്ങളെ ഞാൻ വിളിച്ചിരുന്നോ? ഇങ്ങക്ക് എന്താ, ഇങ്ങക്ക് ഇരുന്ന് തോണ്ടിയാ മതിയല്ലോ. ബാക്കിയുള്ളവരോട് കിടന്ന് അനുഭവിക്കണത്. ഒരു സമാധാനം എന്ന് പറഞ്ഞ സാധനമില്ല. ഇന്നെ പെരെ കൊണ്ടാക്കിയാള് മതി. ഇത് മനുഷ്യ ആ തള നമ്മൾക്ക് ഒതുക്കി നിർത്തിക്കോ. ഇക്ക് പറ്റില്ല കേൾക്കാൻ. ഞാൻ പെരക്ക് വിട്ടാ പിന്നെ ഭാര്യ ഉണ്ടാവൂല. ഇങ്ങക്കല്ലേ ഇന്നെ വേണ്ടല്ലോ. ഓരോ വാക്കും കെട്ടിന്ന് തുള്ളി നടന്നോ? ഒരു വിലയില്ലാത്ത മനുഷ്യൻ. ഏതോ ഓരോടൊന്ന് പറയുങ്ങൾ എന്തെങ്കിലും ഒന്ന്. എന്ത് പറയാൻ പോ നിങ്ങള്? വിളിച്ചു പോവൂ. ഒന്ന് പോയി നേരം വരെയൊക്കെ ഒന്ന് ചൂടാണെങ്കിൽ ചെയ്തുകൂടെ അങ്ങക്കെ? ഉണ്ട് എന്തിനാണാവോ? അല്ലാ, ഇതൊക്കെ ഒന്ന് ചെയ്യാൻ ഈ വയസ്സായിട്ടുള്ള ഞാൻ തന്നെ വേണം. ഓളുടെ വാക്കും കേട്ട് ചിന്റെ അടുത്ത് വരാൻ നിക്കണ്ട. എന്താ എന്റെ പ്രശ്നമില്ലാത്തത്? എന്നാ പ്രശ്നമില്ലാത്തത്? അതിനുള്ളിൽ യുദ്ധഭൂമി ആവും. അവനാ കെട്ടിക്കൊണ്ടിരുന്ന പെണ്ണ് നന്നല്ലെങ്കിൽ യുദ്ധഭൂമി ആവൂടാ. അന്നെ നോക്കി ഉണ്ടാക്കി വളർത്തി വലുതാക്കി എല്ലാം ആക്കിയപ്പോ ഞാൻ എന്റെ പെണ്ണിനും കൂടി ക്ഷമിച്ചു കൊടുക്കണം. ക്ഷമിച്ചെടുക്കണം. ഓളോടെ രാവിലത്തെ ചായ വെച്ചാല് അതില്ല. പിന്നെ ഓള് ഉച്ചക്കത്തെ ചോറിന്റെ സമയത്ത് അവളാ ചായയും കൊണ്ട് വരിക. പിന്നെ ഉച്ചക്കത്തെ ചോറിന്റെ സമയത്ത് അവൾ എന്നിട്ട് വരിക. ചെറിയ കുട്ടിയാണെങ്കിൽ അതിനൊരു കുഴപ്പമില്ലല്ലേ? ആടോനോള് ഓളുടെ വാക്കും കേട്ട് ഇന്നോടെങ്ങാനും വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ മോനാൻ നോക്കൂല കേട്ടോ. ഒരു ഒറ്റ അടിക്കും. നിർത്താൻ പറ്റൂല. എന്റെ വാപ്പ വിചാരിച്ച് നടന്നിട്ടില്ല, ഇനി എന്റെ പെണ്ണ് വിചാരിച്ച് നടക്കൂല. ഇപ്പോളേ ഓൾക്ക് പണിക്ക് കൂടി പോണത്രേ. ഇതിന്റെ ഉള്ളത്തെ കാര്യങ്ങൾ പിന്നെ ആരും നോക്കുക? അപ്പൊ ഇതിന്റെ ഉള്ളത്തെ കാര്യം ആരും നോക്കുക? ഞാൻ നയിച്ചിട്ട് അങ്ങനെ എന്റെ പെണ്ണും തിന്നണ്ട. ഞാൻ അപ്പഴേ പറഞ്ഞ ആ സൈനാത്താടെ മോളെ കല്യാണം കഴിച്ചാൽ മതി. കല്യാണം അതാവുമ്പോഴേ സ്ത്രീധനം കിട്ടരുത്. ഇഷ്ടമുള്ള രാത്രിയിൽ കുറച്ച് സ്വൈര്യം പറഞ്ഞു തരുന്നുണ്ട്, ഉറങ്ങണ നേരത്തേലും അതും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരട്ടെ. ഓളുടെ തലേണ മന്ത്രം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. ഇപ്പൊ വെറുതൊന്നല്ല. ഞാൻ പോവാണ് എന്റെ മക്കളുടെ അടുത്തേക്ക്. അന്യത്തൊക്കെ നിൽക്കുന്ന നേരം വേറെ വല്ല പണിക്കും പോണോ നല്ലത്? അതിനല്ലത്. അല്ലെങ്കിൽ ഞാൻ അതിനോട് നിൽക്കണം എനക്ക് ആഗ്രഹമില്ലല്ലോ. സ്വൈര്യം പുറത്ത് ഇക്കണക്കിന് പോച്ച ഉണ്ടാവില്ല. ചോള ഇടപാട് ആർക്ക് വേണം ഇവിടെ പെമ്പൂസ? ഇതൊക്കെ കേട്ടിട്ടാണ്ടല്ലേ ഞാൻ പോവാനാണ്. അല്ലെങ്കിൽ കാരണവന്മാര് പറയണ ശരിയാണ്. അത് ശരിയാണ്. ഇപ്പോഴും മനസ്സിലായി. നിങ്ങൾ എന്താ ചെറിയ കാട്ടിക്കൂടി പെര പൊളിക്കാണ്ടിരുന്നാ മതി. രണ്ടും കൂടി ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കല്ലേ. പെര പൊളിക്കാണ്ടിരുന്നാ മതി. ഓന്റെ പെണ്ണോട് ഒരു ചായ ചോദിക്കാൻ ഓളൊന്ന് വർത്താനം പറയണ അപ്പൊ ഈ കിടന്നിട്ട് ഇങ്ങനെ ഇളക്കി മറിക്കണത്. ഓ എന്താണ്